നമ്മുടെ മാധ്യമ ലോകം കേരളത്തിലെ പ്രത്യേകിച്ച് മാപ്രകൾ വർഷം തോറും ചില ആചാര പരിപാടികൾ നടത്താറുണ്ട്. നറേറ്റീവ് അത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഇത് വർഷത്തിൽ 2 തവണയാണ്. അതായത് കേരളം ഒരു മധ്യ കേരളമാണെന്ന് അവതരിപ്പിക്കുകയാണ് കണക്കുകൾ വെച്ചിട്ട്. മധ്യ കേരളമല്ല, മധ്യ കേരളം. അതായത് കുടിയന്മാരുടെ നാട്. മധ്യത്തിൽ കുളിക്കുകയാണ് കേരളം. രണ്ട് സീസണിൽ, ഒന്ന് ഓണം, ഒരാഴ്ച സീസൺ ഓണാഘോഷം, 2 ക്രിസ്മസ് പുതുവർഷം, ഡിസംബർ ജാനുവരി 1 വരെ. ഈ 2 സമയങ്ങളിൽ കേരളം എത്ര കോടി രൂപയുടെ മദ്യം കുടിച്ചു എന്നുള്ളതിന്റെ കൃത്യമായ ഒരു നറേറ്റീവ് വരും. ഈ നറേറ്റീവ് ഡേറ്റ വെച്ചിട്ടുള്ള നറേറ്റീവാണ്. പക്ഷെ ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു സംഭവമുണ്ട്. നമ്മുടെ നാടിനെ നാണം കെടുത്താൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണിത്. എൻ്റെ വസ്തുതകൾ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ആദ്യ 10 പോലും കേരളം ഇക്കാര്യത്തിലില്ല, മദ്യം ഉപയോഗിക്കുന്ന കാര്യത്തിൽ. ഈ കണക്ക് വെച്ചിട്ടുള്ള ഒരു കസർത്താണ് ഈ നറേറ്റീവ് എന്ന് പറയുന്നത്. അതിന് യാഥാർത്ഥ്യമായിട്ട് എവിടെ നിൽക്കുന്നു? എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ കേരളത്തിന് മുന്നിൽ ആദ്യ 10 മദ്യം ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളുടെ പേരുകളൊന്നും ഈ മാപ്രകൾ അവരുടെ സ്റ്റോറി പറയത്തില്ല. അതെന്തേ പറയാത്തത്? അതുകൊണ്ട് ഞങ്ങളത് പറയാം, യാഥാർത്ഥ്യം എന്താണെന്ന്. ഇനി ആ കണക്കിലേക്ക് വരിക. ഈ ഡിസംബർ ലാസ്റ്റ് വീക്ക് 22 മുതൽ 31 വരെ ഇത്തവണ കേരളത്തിൽ വിറ്റ മദ്യം, ബിവറേജുകൾ വഴി വിറ്റ മദ്യം 543.13 കോടിയാണ്. അതിൽ നിന്നുള്ള വരുമാനം 543.13 കോടി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 2022 ഡിസംബർ ലാസ്റ്റ് വീക്ക് അപ് ടു ജാനുവരി 1 വിറ്റ മദ്യം 516.26 കോടി രൂപ. അപ്പോൾ വർധന, ഈ ഒരു വർഷത്തെ വർധന എന്ന് പറയുന്നത്, ഈ വർഷം 27 കോടി രൂപയുടെ അധിക മദ്യവരുമാനം, അധികം മദ്യം വിറ്റു എന്നാണ് കണക്ക്. ഇത് ഡാറ്റയാണല്ലോ, കണക്കാണ്, ശരിയാണ്. ഈ 27 കോടി രൂപയുടെ മദ്യം അധികം വിറ്റെങ്കിൽ അതെങ്ങനെയാണ് 27 കോടി രൂപ അധികം വന്നത്? അതാരെങ്കിലും ചിന്തിക്കാറുണ്ടോ? അത് നമ്മൾ ആലോചിക്കാറുണ്ടോ? അതായത് വർഷത്തിൽ ഒന്നിലധികം തവണ മദ്യവില വർദ്ധിപ്പിക്കാറുണ്ട്. ഒന്ന് ബജറ്റിലൊരു പ്രഖ്യാപനം വരും, അല്ലെങ്കിൽ ചില സെസ് ചേർത്തിട്ട് മദ്യവില 5 രൂപ, 10 രൂപ, അല്ലെങ്കിൽ 25-30 രൂപ വരെ ഒരു പെർ ബോട്ടിലിന് സർക്കാർ വർദ്ധിപ്പിക്കാറുണ്ട്. അപ്പോൾ അത് വോളിയം എടുക്കുമ്പോൾ അത് മദ്യം വിൽക്കുന്നതിൻ്റെ അളവ് കൂടാതെ തന്നെ വിൽപ്പനയിലുള്ള വരുമാനം കൂടും. അത് നമുക്ക് അതിൻ്റെ കണക്കറിയാമല്ലോ. അപ്പം അങ്ങനെയാണ് ഈ 27 കോടി രൂപ അധികം വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മദ്യ ഉപയോഗത്തിൽ, അല്ലെങ്കിൽ ഉപഭോഗത്തിൽ കാര്യമായ വർധന കേരളത്തിൽ ഇല്ല എന്നാണ്. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ വിശകലനം, അനാലിസിസ്. ഇനി ഈ ആദ്യ 10 പറ്റി നറേറ്റീവ് എന്താ വരാത്തത് മാപ്രകളുടെ? അത് കൊടുക്കാതിരുന്നാൽ മാത്രമേ കേരളത്തെ സ്വന്തം നാടിനെ അപമാനിക്കാൻ പറ്റുള്ളൂ, കുടിയന്മാരുടെ നാടെന്ന് അപമാനിക്കാൻ പറ്റുള്ളൂ. അത് തന്നെ കാര്യം. മദ്യവിൽപ്പനയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന പിന്നെ BJP ഭരിക്കുന്ന UP യും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയും പിന്നെ ഛത്തീസ്ഗഡും, അവിടെ കോൺഗ്രസ് മാറിപ്പോൾ BJP വന്നു, പിന്നെ ആപ്പ് ഭരിക്കുന്ന പഞ്ചാബും, ഇങ്ങനെ വേറെ പല സംസ്ഥാനങ്ങളുണ്ട് ആദ്യ 10. അതുകൊണ്ട് ഞങ്ങളാ ലിസ്റ്റ് വായിക്കാം. കേരളം 10 കഴിഞ്ഞ് 13, 14 കഴിഞ്ഞിട്ടാണ് കേരളത്തിൻ്റെ സ്ഥാനം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ. ഒന്നാമതാരാണ്? ഛത്തീസ്ഗഡാണ്. ജനസംഖ്യയിൽ 3 കോടിയോളം ജനമുള്ള ജനസംഖ്യ അവിടെ ഛത്തീസ്ഗഡിൽ 100 പേരിൽ 35.6 പേര്, 6%, അതായത് 100 പേരിൽ ഏതാണ്ട് 35 അല്ല 36 പേര് മദ്യപിക്കുന്നവരാണ് ഛത്തീസ്ഗഡിൽ. നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഉയർന്ന മദ്യ ഉപഭോഗ നിരക്കാണ് ഛത്തീസ്ഗഡിൽ, 36 പേർ 100-ൽ. ഇനി രണ്ടാമതാര വരുന്നത് ത്രിപുരയാണ്. ത്രിപുരയിൽ 34.7. മൂന്നാമത് പഞ്ചാബ് 28.5% ജനസംഖ്യയുടെ. പിന്നെ 4 വരുന്നത് അരുണാചൽ പ്രദേശാണ്, 28%, 100-ൽ 28 പേർ മദ്യപിക്കുന്നു. 5ാമത് ഗോവ, മദ്യം ഒഴുകുന്ന നാട്, മദ്യത്തിന് ഏറ്റവും വില
കുറവുള്ള നാട്. അവിടെ 26.4% പേർ മദ്യം ഉപയോഗിക്കുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് ആറാമത് വരുന്നത് കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാറാണ്. അവിടെ 25.40% പേര് മദ്യം ഉപയോഗിക്കുന്നു. ഇനി 7 UP ആണ്. UPയിൽ 24% പേര് മദ്യം ഉപയോഗിക്കുന്നു. ഇനി 8ൽ വരുന്നത് മണിപ്പൂരാണ്. നോർത്ത് ഈസ്റ്റിലെ മണിപ്പൂരിൽ 22.40% പേർ മദ്യം ഉപയോഗിക്കുന്നു. ഇനി 9ാം സ്ഥാനത്ത് വരുന്ന ഹരിയാനയാണ്. ഹരിയാനയിൽ 21.60% പേര് മദ്യം ഉപയോഗിക്കുന്നു. ഇനി 10ാം സ്ഥാനത്ത് വരുന്ന ഡൽഹിയാണ്, ഇന്ത്യയുടെ തലസ്ഥാന സംസ്ഥാനം. ഡൽഹിയിൽ 21.30% പേർ മദ്യം ഉപയോഗിക്കുന്നു. പിന്നെ 11 വരുന്നത് ഉത്തരാഖണ്ഡാണ്. 18 ഉത്തരാഖണ്ഡ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മധ്യപ്രദേശ്. ഇങ്ങനെ പോകുന്നു. ഇവിടെ കേരളത്തിന്റെ ഉപയോഗം എത്രയാണ്? ഉപഭോഗ നിരക്ക് എത്രയാണ്? ജനസംഖ്യയിൽ 3.5 കോടി ജനമുള്ള കേരളത്തില് 19.9% പേരെ മദ്യം ഉപയോഗിക്കുന്നത്. 100ൽ 20 പേര് പോലും മദ്യം ഉപയോഗിക്കാത്ത നാടാണ് കേരളം. ആ കേരളത്തെയാണ് മദ്യത്തിൽ കുളിച്ച കേരളം, അല്ലെ കുടിയന്മാരുടെ നാട് എന്ന് പറഞ്ഞ് മാപ്രകൾ അവതരിപ്പിക്കുന്നത്. സത്യമായിട്ട് എത്രയോ അകലെയാണ് ഈ നറേഷൻ. ഇതാണോ വാർത്ത? ആലോചിക്കണം നമ്മൾ. ഇനി മറ്റൊരു കാര്യം, സ്ത്രീകൾ മദ്യം ഉപയോഗിക്കുന്നതിൽ ഏറ്റവും കുറവ് മദ്യം ഉപയോഗിക്കുന്നത് കേരളത്തിലാണ്, സ്ത്രീ ജനസംഖ്യയിൽ. അത് കേരളത്തിനൊരു നേട്ടമല്ലേ? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം സ്ത്രീകൾ കേരളത്തെക്കാൾ കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന സ്ത്രീകളാണുള്ളത്. കേരളത്തിലാണ് ഏറ്റവും കുറച്ച് സ്ത്രീകൾ മദ്യപിക്കുന്നത്. ഇതാർക്കറിയാം? ജനസംഖ്യയുടെ കൃത്യമായിട്ട് പറഞ്ഞാൽ അതിന്റെ കണക്ക് 0.2% സ്ത്രീകളെ കേരളത്തിൽ മദ്യം ഉപയോഗിക്കുന്നുള്ളൂ. അതേസമയം പുരുഷന്മാരിൽ 19.9%, 20ഓളം പേര്. അപ്പോൾ സ്ത്രീകളിൽ 0.2%. ഇന്ത്യയിലെ ഏറ്റവും ലോവസ്റ്റ് നിരക്കാണത്. അങ്ങനെയുള്ള കേരളത്തെയാണ് നമ്മൾ സ്വയം ഇകഴ്ത്തി പരിഹസിച്ച് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്തൊരു ദുരന്തമാണ് ഈ വാർത്ത ഉണ്ടാക്കല്, ഇത്തരം വാർത്തകൾ ഉണ്ടാക്കല്. ഇനി ഞാനീ പറയുന്ന കണക്ക് ഞങ്ങളുടെ മനക്കണക്കൊന്നല്ല പറയുന്നത്. ഇത് കേന്ദ്ര സർക്കാരിന് കീഴിൽ പിന്നെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ എന്ന് പേരിട്ട് നടത്തിയ സർവേയുടെ കണക്കാണിത്. അല്ല ഞങ്ങളുടെ സ്വന്തം ഉണ്ടാക്കിയ കണക്കൊന്നുമല്ല. അപ്പം ഇത്രയും യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കെ ഇങ്ങനെ കേരളത്തെ താറടിച്ച് കാണിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കുന്ന വ്യഗ്രത, ഇത് വായിച്ചിട്ട് എല്ലാവരും വിചാരിക്കുക, ജനങ്ങൾ വിചാരിക്കുക, ഓ ഈ കുടിയന്മാരെ കൊണ്ട് തോറ്റു. പിന്നെ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് മദ്യ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല. ഞങ്ങൾ വസ്തുനിഷ്ഠമായിട്ടൊരു വിഷയം അവതരിപ്പിക്കുകയാണ്. യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകലെയാണ് മാധ്യമങ്ങൾ ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് അവതരിപ്പിച്ചത്. കാരണം ജനങ്ങൾ മാത്രമല്ല, നമ്മുടെ ഗവർണർ പോലും തെറ്റിദ്ധരിച്ചു. എന്താണ്, കേരളത്തിലെ പ്രധാന വരുമാനം മദ്യമല്ലേ, മദ്യം കുടിച്ചു കിട്ടുന്ന കാശുകൊണ്ടല്ലേ സർക്കാർ പിന്നെ ആഘോഷിക്കുന്നത്, ആർഭാടം നടത്തുന്നത് എന്ന് പറഞ്ഞ ഗവർണറാണ് രാജ്ഭവനിൽ ഇരിക്കുന്നത്. ആ ഗവർണറെ കൊണ്ട് അത് പറയിപ്പിച്ചതിൽ നമ്മുടെ മാപ്രകൾക്ക്, ഇവിടുത്തെ മാധ്യമങ്ങൾക്കുള്ള പങ്ക് ചെറുതല്ല. സത്യത്തിൽ നേരെ അകലെയുള്ള ഒരു തരം വാർത്ത അവതരണം. അതുകൊണ്ടല്ലേ ഗവർണർ ഉൾപ്പെടെ അങ്ങനെ പറയേണ്ടി വരുന്നത്. ഇവിടുത്തെ ജനങ്ങൾ ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്നത് പത്രവും വായിച്ച് ചാനലും കണ്ട് അന്തിച്ചർച്ചയും കണ്ടിട്ട്. സത്യം ഇതല്ലല്ലോ. പ്രധാന വരുമാനം മദ്യമാണെന്ന്. എന്തിട്ട് നിങ്ങൾ ഈ പറയുന്നത്? എന്തടിസ്ഥാനത്തിലാണ്? കേരളത്തിന്റെ പ്രധാന വരുമാനം മദ്യമാണ്? മദ്യം വിറ്റ കാശുകൊണ്ടാണ്? അല്ല. കേരളത്തിന്റെ പ്രധാന വരുമാനം GSTയും പെട്രോൾ ഡീസൽ, അതിൽ നിന്നുള്ള പെർസെൻറ്റേജ്, ഇത്ര വിഹിതം കേരളത്തിന് കിട്ടുന്ന വിഹിതം, പിന്നെ അതിന്മേലുള്ള സെസ്, ലോട്ടറി ഒരു പ്രധാന വരുമാന മാർഗമാണ് ലോട്ടറി. അതുപോലെ മറ്റ് രജിസ്ട്രേഷൻ ഫീസ്, മറ്റ് നികുതി ഇനങ്ങളിലുള്ള വരുമാനം. ഇതിൻ്റെ എല്ലാം കൂടെ വൺ ഓഫ് ദ എന്നുള്ള രൂപത്തിലാണ്. പല വരുമാന സ്രോതസ്സുകളിൽ ഒന്ന് മാത്രമാണ് മദ്യവിൽപ്പന കേരളത്തെ സംബന്ധിച്ച്. അല്ലാതെ നാട്ടുകാർ കുടിക്കുന്ന മദ്യത്തിന്റെ കാശ് കൊണ്ടല്ല കേരളം മുന്നോട്ട് പോകുന്നത് എന്ന് ഉള്ള തിരിച്ചറിവ് നമുക്കാദ്യം ഉണ്ടാവണം.
സ്വന്തം നാടിനെ ഇങ്ങനെ മോശമായിട്ട് അവതരിപ്പിക്കാൻ എന്തൊരു താല്പര്യമാണ്? ഇതാണോ വേണ്ടത്? ഓക്കെ, അവതരിപ്പിച്ചോ, യഥാർത്ഥ കണക്കുകൾ വെച്ച് അവതരിപ്പിക്കും, അത് നമ്മൾ മാനിക്കാം. ഇത് ഒരു യാഥാർത്ഥ്യവുമില്ലാത്ത വളരെ ഉപരിപ്ലവമായ, വളരെ സൂപ്പർഫ്ലസ് ആയിട്ടുള്ള, ഒട്ടും ആഴത്തിൽ പഠിക്കാതെ, അല്ല അത് ആഴത്തിൽ പഠിച്ചിട്ടെങ്കിൽ അത് പറയാതെ മേമ്പൊടി പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് സ്വന്തം നാടിനെ അപകീർത്തിപ്പെടുത്തുന്ന വാർത്ത കൊടുക്കുക എന്ന് പറയുന്നത് അതെന്തൊരു മാധ്യമ പ്രവർത്തനമാണ്? ഇനി അടുത്ത ഓണത്തിനെങ്കിലും നിങ്ങളൊന്ന് മാറി ചിന്തിക്കുമോ? എവിടെ? അല്ല, ഇനിയിപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ വരാൻ ഇനി ഒരു വർഷമുണ്ട്. ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ അടുത്ത നറേറ്റീവിൻ്റെ സമയം ഓണമാണ്. ഓണത്തിന് ഒരാഴ്ച കള്ളുകുടിയെ പറ്റിയാണ്, മദ്യപാനത്തെ പറ്റിയാണ് നിങ്ങൾ ഇനി അടുത്ത കണക്ക് കൊടുക്കാൻ പോകുന്നത്. 2024 ഓണം. അന്നെങ്കിലും ഞങ്ങൾ ഇപ്പം ചോദിക്കുന്നത്, ഇനിയും കുറേ നാളുണ്ടല്ലോ ബാക്കി, അന്നത്തെ ഓണത്തിൻ്റെ റിപ്പോർട്ടെങ്കിലും മദ്യത്തെ പറ്റി ചെയ്യുമ്പോൾ, മദ്യവിൽപ്പനയെ പറ്റി ചെയ്യുമ്പോൾ നിങ്ങളുടെ നറേറ്റീവിൽ ഒരിത്തിരി ഭേദഗതി വരുത്തി ഞങ്ങൾ ഈ പറഞ്ഞ കണക്കുകളോട് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. അത്രയേ ഉള്ളൂ.